ധൂർത്തപുത്രനെ തിരികെ വിളിക്കും താതൻ വസിക്കുന്ന സ്നേഹ. കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. യേശുവിനെ വധിക്കാനായിട്ട് ഫരിസേയരും നിയമജ്ഞരൊക്കെ തീരുമാനിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ യേശു ടാർഗറ്റഡായി കഴിഞ്ഞു. ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇത് ഗോസ്പലിൽ കാണുന്നതാണ്. ഒരു ലുക്കൗട്ട് നോട്ടീസ് കാരണം എല്ലാവരും അവനെ തിരിച്ചറിയുന്നുണ്ട്. ഇവനെയല്ലേ യഹൂദർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലാനായിട്ട്. അതാണ് ഇന്നത്തെ ചർച്ച. കാര്യം ഇത്രയും നാൾ യേശു അവരുടെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. യേശു മാറി നടക്കുകയായിരുന്നു. പക്ഷേ കൂടാരത്തിരുന്നാളായി. കൂടാരത്തിരുന്നാളിന് എല്ലാവരും ജെറുസലേം ദേവാലയത്തിലെത്തണം. അത് മോശയുടെ നിയമമാണ്. അങ്ങനെ കൂടാരത്തിരുന്നാളിന് എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിലെത്തണം എന്ന കാരണം നിലനിൽക്കെ യേശു അവിടെ എത്തുകയാണ്. ഇത്രയും നാൾ യേശു മാറി നിൽക്കുകയായിരുന്നു. കുറച്ചൊക്കെ പ്രത്യക്ഷത്തിലെത്താതെ വിജാതിയുടെ സ്ഥലത്തൊക്കെയായിരുന്നു, ഗലീലിലേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ യേശു തിരിച്ച് കൃത്യമായിട്ട് ജെറുസലേമിലെത്തി. ജെറുസലേമിലെത്തിയപ്പോൾ എല്ലാവരും ആ ലുക്കൗട്ട് നോട്ടീസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇവനെയല്ലേ യഹൂദർ അന്വേഷിച്ച് നടക്കുന്നത്? ഇവനെയല്ലേ കൊല്ലാൻ എല്ലാവരും അന്വേഷിക്കുന്നത്? ഇങ്ങനെ ആ തിരുനാളിന് വന്ന ജനങ്ങളെല്ലാവരും അവനെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം യേശുവിൻ്റെ ആ ഒരു മനോഭാവമാണ്. എന്തിനോടുള്ള മനോഭാവം? പള്ളിയിൽ വന്ന മനോഭാവം. കൃത്യമായിട്ട് യേശുവിന് ഈ സമയത്ത് തിരുനാളിന് വരാൻ തോന്നിയല്ലോ. ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ്. മോശയുടെ നിയമം അനുസരിച്ച് 3 തിരുനാളുകളാണ് നിർബന്ധമായിട്ടും എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിലെത്തേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടാര തിരുനാൾ. യേശു അത് മുടക്കിയില്ല. കൊല്ലാനായിട്ട് അന്വേഷിച്ച് നിൽക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും ശിഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം, നിനക്ക് വേണ്ടി അവർ ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ട്, നാട്ടുകാരൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും യേശു പള്ളിയിൽ വന്നു, പ്രാർത്ഥിക്കാനായിട്ട് വന്നു, ആ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് വന്നു. എനിക്ക് യേശുവിന് ഒത്തിരി ഇഷ്ടമായത് ഈ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ്. യേശുവിനറിയാം ജീവൻ പോവേണ്ടി വന്നാലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ കാട്ടിയ ആ ഒരു മനോഭാവം, മോശയുടെ നിയമം അതേ കണക്ക് അനുസരിച്ച ഒരു ക്രിസ്തുവിൻ്റെ ചിന്ത. പ്രിയമുള്ളവരെ, തപസ്സുകാലത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വെറുതെ പതിഞ്ഞു കിടക്കേണ്ട ഒരു മനോഹരമായ ഒരു ക്രിസ്തുവിൻ്റെ ജീവിതമാണത്. അവൻ പള്ളിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ ഒരിക്കൽ പോലും മാറി നിന്നിട്ടില്ല. നിയമങ്ങൾ അനുശാസിക്കുന്ന പോലെ അവൻ ജീവൻ പോകേണ്ടി വന്നാലും പള്ളിയിൽ പോകണമെന്നൊരു തീരുമാനം ക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു പള്ളിയിൽ പോയി. നമുക്ക് വെറുതെ കണ്ണും പൂട്ടി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള ഒരു ഗോസ്പൽ പാസേജാണിത്. യേശു പള്ളിയിൽ പോയതിനെ ഓർത്ത്. നമ്മളൊക്കെ തപസ്സുകാലത്ത് ഒരുപക്ഷെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ എവിടേക്കോ അത് പാളിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ പുതിയൊരു തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ തപസ്സുകാലത്ത് നമുക്കെടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ചിന്ത പള്ളിയുമായുള്ള കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമാണ്. ഒരുപക്ഷെ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പങ്കെടുക്കാൻ അവസരമുള്ളവരൊക്കെ ഇനി മുതൽ ആ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. കാരണം യേശുവും പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ മുടക്കം വരുത്താത്ത ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ കയ്യും പിടിച്ച് അവനെ എല്ലാ തിരുനാളിലും കൊണ്ടുവന്ന ഒരു ഓർമ്മയിൽ ജീവൻ പോകേണ്ടി വന്നാലും പള്ളിയിൽ പോകണമെന്നൊരു ദൃഢനിശ്ചയം ക്രിസ്തുവിനുണ്ടായിരുന്നു. ഇതേ കണക്ക് നമ്മുടെ അമ്മയും അപ്പനും കൈ പിടിച്ച് നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനകളൊക്കെ ഒരു അകൽച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഗോസ്പൽ പാസേജും ഈ തപസ്സുകാരമൊക്കെ നമുക്ക് നൽകേണ്ട ഒരു വെളിച്ചം, പള്ളിക്കാര്യത്തിൽ മുടക്കം വരരുത്. ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളൊന്നും തടസ്സം പറയരുത്, മടി കാട്ടരുത്. കുറച്ചും കൂടി പള്ളിയിൽ പോകാനുള്ളൊരു നല്ല മനസ്സും പള്ളിയുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു നല്ല മനസ്സുമുണ്ടെങ്കിൽ ഈ തപസ്സുകാലം ധന്യമാണെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവാലയം എൻ്റെ ശരണാലയം, സാന്ത്വനമരുളുന്ന അഭയാലയം. ദേവാലയം എൻ്റെ ശരണാലയം, സാന്ത്വനമരുളുന്ന അഭയാലയം. ധൂർത്തപുത്രനെ തിരികെ വിളിക്കും താതൻ വസിക്കുന്ന സ്നേഹാലയം. ദേവാലയം ശരണാലയം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതം. അവിടുത്തെ ഇഷ്ടം എന്നും ഭൂമിൽ ഭവിക്കണം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതം. അവിടുത്തെ ഇഷ്ടം എന്നും ഭൂമിൽ ഭവിക്കണം.
ദേവാലയം എൻ്റെ ശരണാലയം, സാന്ത്വനമരുളുന്ന അഭയാലയം. നിന്ദിതന്മാർക്കും പീഡിതന്മാർക്കും അഭയമരുളുമീയാലയം, തിരുശരീരം വിരുന്നായി മാറിയ ധന്യധന്യമാലയം. നിന്ദിതന്മാർക്കും പീഡിതന്മാർക്കും അഭയമരുളുമീയാലയം, തിരുശരീരം വിരുന്നായി മാറിയ ധന്യധന്യമാലയം. യേശുവേ യേശുവേ വിശ്വചൈതന്യമേ, മണ്ണിൽ മാനവർക്ക് അഭയമാകുവാൻ കുരിശു പേരിയൊരു നാഥനെ. അന്നന്നത്തെ അപ്പം ഇന്നും ഞങ്ങൾ കരുളേണം, പിഴകൾ പൊറുക്കണമെന്നും ഞങ്ങൾ പൊറുക്കുമ്പോൾ. അന്നന്നത്തെ അപ്പം ഇന്നും ഞങ്ങൾ കരുളേണം, പിഴകൾ പൊറുക്കണമെന്നും ഞങ്ങൾ പൊറുക്കുമ്പോൾ. ദേവാലയം എൻ്റെ ശരണാലയം, സാന്ത്വനമരുളുന്ന അഭയാലയം. മെഴുവിളക്കു ജീവാർപ്പണം ചെയ്യും ദൂതർ പാടുന്നൊരാലയം, നിന്റെ സുവിശേഷ പരിമളം പടരും സ്വർഗമെന്നും ഈ ആലയം. മെഴുവിളക്കു ജീവാർപ്പണം ചെയ്യും ദൂതർ പാടുന്നൊരാലയം, നിന്റെ സുവിശേഷ പരിമളം പടരും സ്വർഗമെന്നും ഈ ആലയം. യേശുവേ യേശുവേ സ്നേഹസാഗരമേ, നിത്യജീവൻ ഞങ്ങൾക്കു നൽകുവാനപ്പമായൊരു നാഥനെ. പ്രലോഭനങ്ങളിൽ വീഴാതെന്നും കൈ പിടിക്കണം, ദുഷ്ടരിൽ നിന്നും തിന്മയിൽ നിന്നും കാത്തുകൊള്ളണം. പ്രലോഭനങ്ങളിൽ വീഴാതെന്നും കൈ പിടിക്കണം, ദുഷ്ടരിൽ നിന്നും തിന്മയിൽ നിന്നും കാത്തുകൊള്ളണം. ദേവാലയം എൻ്റെ ശരണാലയം, സാന്ത്വനമരുളുന്ന അഭയാലയം. ധൂർത്തപുത്രനെ തിരികെ വിളിക്കും താതൻ വസിക്കുന്ന സ്നേഹാലയം, ദേവാലയം ശരണാലയം. രാജ്യം ശക്തി മഹത്വങ്ങൾ നിന്റേതല്ല,